ഇന്ന് രാവിലെ തന്നെ കസിൻസിന്റെ അമ്മ കോഴിക്കോടാണ്. മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കോഴിക്കോട് ഒരു നല്ല ഫുഡ് കഴിക്കും. രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയത് ഇടയിലോട്ടല്ല. അവിടെ എത്തിയപ്പോൾ നല്ല തിരക്കുണ്ടായി. ഒരു 10-15 മിനിറ്റ് ക്യൂ നിന്നിട്ട് സീറ്റ് കിട്ടിയ. പിന്നെ പൊറോട്ടയും പഴംപൊരിയും ബീഫ് സ്റ്റൂവും ബീഫ് ചില്ലി. ഇവിടുത്തെ പഴംപൊരിയും ബീഫ് ചില്ലിയും കോമ്പിനേഷൻ ഇല്ലേ, പുളിയാണ്. കിട്ടില്ല സാധനം, എപ്പോ കഴിച്ചാലും ഒരേ ടേസ്റ്റ്. അങ്ങനെ രാവിലത്തെ നല്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അതിന്റെ ഫ്രണ്ടിൽ ഒരു പോണ്ട് ഉണ്ട്, കുട്ടിച്ചിറ പോണ്ട്. അങ്ങോട്ട് പോയപ്പോൾ പിള്ളേരെ കിടന്ന് നീന്തുന്നത്. അപ്പൊ ഞങ്ങൾക്കും നീന്താൻ ഒരു പൂതി. പിന്നെ ഞങ്ങൾ എല്ലാവരും ഷർട്ടും പാനും മാറ്റി നേരെ അതിലിറങ്ങി ഒന്ന് കുളിച്ചതിനപ്പോ നല്ല വിശപ്പ് വന്നു. നേരെ സംഗീത കുൾബാറി പോയിട്ട് ഒരു മിനി ഫലൂടെയും ഒരു ക്രീം നട്ട്സും പറഞ്ഞു. ക്രീം നട്ട്സ് ഒരു ഓക്കെ ടൈപ്പ് സാധനമാണ്. 3 ടൈപ്പ് ഐസ്ക്രീമിന്റെ നട്ട്സ് ഒക്കെ കൊള്ളാം. പക്ഷെ ഇവിടുത്തെ മിനി ഫലൂഡില്ലേ, അത് മോനെ കിടിലം എന്ന് പറഞ്ഞാൽ കിടിലം. അവിടുത്തെ വാനില ഐസ്ക്രീമും പൊളി ഐറ്റമാണ്, ഒന്നും പറയാനില്ല. എന്നിട്ട് നേരെ ബിരിയാണി കഴിക്കാൻ പോയി. കോഴിക്കോട് എവിടെ നിന്ന് ബിരിയാണി കഴിക്കുമോ നല്ല ടെൻഷനാണ്. അതെന്ന് വെച്ചാൽ കുറെ സ്പോട്ട് ഉണ്ട്. ലാസ്റ്റ് കുട്ടിച്ചിറ ബിരിയാണി സെന്ററിൽ പോയി കഴിക്കാന്ന് വിചാരിച്ചു. ഞങ്ങൾ എക്സ്പെക്ട് ചെയ്ത അത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടായില്ല. ഒരു നോർമൽ ബിരിയാണി, ചിക്കൻ ബിരിയാണി ആണെങ്കിൽ നല്ല ഫ്ലോപ്പ് ആയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ തന്നെ കോഴിക്കോട് ഫുഡ് കഴിക്കാനുള്ള മൂഡ്. നേരെ വേണ്ടി പാലക്കാട് മദർലാൻഡ് മസാല സോഡയിലേക്ക് വിട്ടു. കിടിലം റീഫ്രഷിംഗ് ഐറ്റം, വലിയ എരിവില്ല, കറക്റ്റ് മസാല. പിന്നെ അവിടെ നിന്ന് 25 കിലോമീറ്റർ പോയാൽ കൊല്ലങ്കോട് എത്തും. കൊല്ലങ്കോട് പോയി നല്ലൊരു സൺസെറ്റ് ഒക്കെ കണ്ട് വീട്ടിൽ പോകുന്ന വെച്ച്. അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ എക്സ്പെക്ട് ചെയ്ത സീസൺ ഒന്നും അല്ലായിരുന്നു. എന്ന് വെച്ചാൽ കൃഷിയൊക്കെ കഴിഞ്ഞ് പാടമൊക്കെ ഇങ്ങനെ വരണ്ട് കിടക്കണായിരുന്നു. അതാലും കുഴപ്പമില്ല, ഒരു സൺസെറ്റ് ഒക്കെ കണ്ട് തിരിച്ച് നേരെ വീട്ടിൽ. ആ മദർലാൻഡ് മസാല സോഡ് കുടിച്ചോണ്ടാന്ന് തോന്നുന്നു. ഒടുക്കത്തെ വിശപ്പ് എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ വിശപ്പ്. എറണാകുളം വരെ പിടിച്ചിരിക്കാൻ പറ്റാത്തതുകൊണ്ട് നേരെ തൃശ്ശൂര് നെഹദി കുഴിമന്തി കയറി. ഇവിടെയാണെങ്കിൽ ആ ഒടുക്കത്തെ തിരക്ക്. ഒരു അരമണിക്കൂർ ക്യൂ നിന്നിട്ടാണ് ഉള്ളിൽ കയറിയത്. ഇത്ര നേരം കാത്തിരുന്ന വെറുതെ ഒരു ശോകം മന്തിയായിരുന്നു. എറണാകുളത്ത് നിന്നിട്ടും നല്ലൊരു മന്തി കഴിച്ചാൽ മതിയായിരുന്നു.